പാർലമെന്റ് അതിക്രമത്തിൽ നിലപാട് കടുപ്പിക്കാനൊരുങ്ങി പ്രതിപക്ഷം. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും. അതേസമയം പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി ഇന്ന് പാർലമെന്റിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയേക്കും. അതിനിടെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ഓം ബിർള എംപിമാർക്ക് കത്തിലൂടെ നൽകിയ വിശദീകരണത്തിൽ പ്രതിപക്ഷ എംപിമാർ തൃപ്തരല്ലെന്നാണ് വിവരം. PG അരുണന്റെ വിശദാംശങ്ങളുമായി. അരുണ, പ്രതികളുമായി എത്ര മണിയോടെയായിരിക്കും തെളിവെടുപ്പ് ആരംഭിക്കുക? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. പാർലമെന്റ് ആക്രമണം നടന്നിട്ട് ഇതുവരെയും ലോക്സഭയിൽ നേരിട്ട് പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി ഇപ്പോൾ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് വളരെ ആശങ്കാജനകമായിരുന്നു എന്നുള്ള ഒരു അനുഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പങ്കുവച്ചത്. ദിനപത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഈ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ഈ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാകുന്നു. മറ്റൊരു രീതിയിലുള്ള ഒരു പ്രതികരണവും ട്വിറ്ററിലും എക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ സുപ്രധാനമായ ഒരു മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ലോക്സഭയിലോ രാജ്യസഭയിലോ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നുള്ളതാണ്. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് നടന്ന സുരക്ഷാ വീഴ്ച ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള ഒരു ആശങ്കയാണ് പ്രതിപക്ഷം കൂട്ടായി രേഖപ്പെടുത്തുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി യോഗവും ചേർന്നിരുന്നു. കാരണം ഇന്ന് പാർലമെന്റിന് അവധിയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളുമായി പാർലമെന്റ് മന്ദിരത്തിൽ നേരിട്ടെത്തിയുള്ള തെളിവെടുപ്പും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ പിടിയിലായ പ്രതികളുമായി രണ്ടുപേരുമായി ഈ പ്രതികൾ രണ്ടുപേരാണ് ഈ പാർലമെന്റിനകത്ത് കയറി അതിക്രമണം നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് പ്രതികളെയും പാർലമെന്റിനകത്ത് നേരിട്ടെത്തി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി പ്രത്യേക സെൽ രൂപീകരിച്ച് ഇവരുടെ മൈസൂരിലും ലക്നൌവിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നേരിട്ടെത്തി ഈ പ്രത്യേക സെല്ലിൻ്റെ 7 ടീമുകളായി വിഭജിച്ചിട്ടുണ്ട്. ഈ 7 ടീമുകൾ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ. അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇവർ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിശദീകരണം ദിനപത്രത്തിൽ കൂടിയാണെങ്കിലും പുറത്തു വന്നത് BJPക്ക് ഒരു പ്രതിരോധത്തിന് വഴിവെച്ചേക്കും. കാരണം നാളെ രാവിലെ സഭ വീണ്ടും ചേരുമ്പോൾ ഈ ഒരു വിഷയം വലിയ രീതിയിൽ പ്രതിഷേധമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ BJP MPയുടെ പാസ് മുഖേനയാണ് ഈ പ്രതികൾ പാർലമെന്റിനുള്ളിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഈ BJP MPമാരുമായി ഈ BJP MPക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച MPമാരെ 14ഓളം MPമാരെ ഈ സഭയിൽ നിന്നും ഈ സമ്മേളന കാലാവധി കഴിയുന്നതുവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്പീക്കർ അംഗങ്ങൾക്ക് ഇന്നലെ കത്ത് നൽകിയിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും സ്പീക്കർ ഓം ബിർള അംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു കത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ എന്തായാലും തൃപ്തരല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ആര്യ, ശരി. പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികരിച്ച പ്രധാനമന്ത്രി പാർലമെന്റിലെ സംഭവം വളരെ ആശങ്കാജനകമാണെന്നും വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നുമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. PG അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.